ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇൻവിസിബിൾ സിബ് എങ്ങനെ ഈ ഒരു ഫ്രോക്കിൽ ഫിക്സ് ചെയ്തെടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഫ്രോക്കിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിബ് ഫിക്സ് ചെയ്തെടുക്കാനാണുള്ളത്. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ ബാക്ക് ഭാഗത്ത് എത്രയാണോ സിബിൻ്റെ ഓപ്പണിങ് വേണ്ടത് ആ ഒരളവ് മാർക്ക് ചെയ്യാം. അപ്പോൾ 8 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇൻവിസിബിൾ സിബിൻ്റെ നല്ല വശം ഈ ഒരു ഭാഗമാണ് വരുന്നത്. ഇത് മോശം വശവുമാണ്. സിബിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ടുള്ളൊരു ഭാഗമുണ്ട്. ഇത് കറക്റ്റ് ഈ ഒരു ഫ്രോക്കിൻ്റെ മുകൾ ഭാഗത്ത് വരണം. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ നല്ല വശത്തേക്ക് സിബിൻ്റെ മോശം വശം ഇതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സിബ് ഇതുപോലെ ഓപ്പൺ ആക്കിയെടുക്കാം. ഇനി ഈ സിബിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. ഇപ്പോൾ ഈ സിബിൻ്റെ നല്ല വശവും ഈ ഒരു ഫ്രോക്കിൻ്റെ നല്ല വശമാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്തെടുക്കാം. ഈ മെൽറ്റ് ചെയ്തിട്ടുള്ള ഭാഗം ഈ ഒരു ഫ്രോക്കിൻ്റെ മുകൾ ഭാഗത്ത് കറക്റ്റായിട്ട് വരണം. ഈ ഒരു ഭാഗത്തും പിൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ മറ്റേ സൈഡും ഈ ഒരു സിബിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ട് ഫ്രോക്കിൻ്റെ നല്ല വശവും ഈ ഒരു സിബിൻ്റെ നല്ല വശവുമാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. സിബ് മറിച്ചെടുക്കുമ്പോൾ സിബ് തിരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വൺ സൈഡിൽ ഫൂട്ട് വരുന്ന സിബ്ബർ ഫൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഈ മെഷീനിൽ ഫിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സിബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്ന ആ ഒരു ഭാഗം വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. സിബ് ഇതുപോലെ ക്ലോസ് ആക്കി എടുത്താൽ ഇതാ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി മുകളിൽ ഈ എക്സ്ട്രാ വരുന്ന ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രോക്കിനെ മോശം വശത്തേക്കൊന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ റോങ് സൈഡിലേക്ക് മറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പിടിച്ച് ഈ ഒരു ഭാഗം ഓവർലോക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്ത് ഓപ്പണായിട്ട് വരുന്ന ഈ ഒരു ഭാഗം കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ മെയിൻ തുണിയും ലൈനിങ് തുണിയും ഒരുമിച്ച് ഇതുപോലെ ഒന്ന് പിടിച്ച് സിബ് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്നും മുകളിലേക്ക് 1/2 ഇഞ്ച് കയറ്റി ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗവും ഓവർലോക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സിബിൻ്റെ ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതുപോലെയായിരിക്കും ഫ്രോക്കിൻ്റെ ബാക്ക് ഭാഗം വരുന്നത്. നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.